ഇറാനിലെ റഡാർ സിസ്റ്റങ്ങളും ഡ്രോണുകളുടെ കേന്ദ്രങ്ങളും തങ്ങൾ ആക്രമിച്ചുവെന്ന് US അവകാശവാദം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ ബഹ്റൈനെയും കുവൈറ്റിനെയും കടന്നാക്രമിച്ചു ഇറാൻ. എന്നുവെച്ചാൽ ഇറാൻ്റെ മേൽ ആക്രമണം നടത്തി അടുത്ത നിമിഷം തന്നെ പ്രത്യാക്രമണം നടത്തിയത് കുവൈറ്റിലും ബഹ്റൈനിലുമാണ്. കുവൈറ്റിൽ നിന്ന് അതിന് സമീപമുള്ള ഒരു സാക്ഷിയായ ആളുടെ സന്ദേശം 20 മിനിറ്റിനുള്ളിൽ നിരവധി സ്ഫോടന ശബ്ദങ്ങളാണ് ഇവിടെ കേട്ടതെന്നും അദ്ദേഹം അല്പം ഫലിത രൂപേണ തൃശ്ശൂർ പൂരത്തെ അനുസ്മരിപ്പിക്കും വിധമാണ് പൊട്ടലുകൾ കേട്ടതെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. ഒരുപക്ഷേ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇത്രയും കനത്ത ആക്രമണം ആദ്യമായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു വശത്ത് സമാധാനത്തിൻ്റെ പേരിൽ അതിൻ്റെ കരാറിലേക്ക് എത്തുന്നു, തനിക്ക് അവിടുത്തെ ഏറ്റവും വലിയ ഭരണാധികാരിയെ തമ്മിൽ കാണണം, ആയത്തുള്ള ഖാമിനെയ്ക്ക് ശേഷം വന്ന പുതിയ നേതാവിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും താല്പര്യം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം മറുവശത്ത് ഇറാൻ ആവർത്തിച്ച് പറയുന്നത് പോലെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത, ഒരു കരാറും പാലിക്കാത്ത, ഒരു നീതിയോടും സത്യം പുലർത്താത്ത ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് തോന്നിപ്പിക്കും വിധമാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലെ തങ്ങളുടെ ഷിപ്പുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളവ നിരായുധീകരിക്കുകയാണ് എന്ന പേരിൽ കുഷം ദ്വീപിലും അതുപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിലും ആക്രമിക്കുന്നതിനുരുമ്പിട്ടു അമേരിക്ക. ഇറാൻ കൃത്യമായി ആദ്യം മുതൽ തന്നെ പറയുന്നൊരു കാര്യമാണ്, തങ്ങളുടെ മേലിനി പതിച്ചാൽ തിരിച്ച് അടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് അടിക്കുന്നത് മുഴുവൻ നിങ്ങളുടെ നേവൽ ബേസുകളിലായിരിക്കും. അമേരിക്കയെ തീറ്റിപ്പോറ്റി അവിടങ്ങളിലായി ഈ സൈനികരെയും ആയുധങ്ങളെയും വാങ്ങിച്ചു കൂട്ടി സംരക്ഷിച്ചിരിക്കുന്ന ആ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇത്തരം ഒരു ആക്രമണം നടന്നത്. US അപ്രൂവ്സ് പൊട്ടൻഷ്യൽ $1.98 ബില്യൺ സെയിൽ ഓഫ് കൗണ്ടർ ഡ്രോൺ സിസ്റ്റംസ് ടു കുവൈറ്റ്. അതായത് ഇറാനെ ആക്രമിക്കുന്നു, ഇറാൻ തിരിച്ചാക്രമിക്കുമ്പോൾ അതിനെ തടയാൻ എന്ന പേരിൽ $1.98 ബില്യൺ ഇതിൻ്റെ പ്രതിരോധ ആയുധങ്ങൾ കുവൈറ്റിനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത്. ലോകത്തിതുപോലുള്ള വിഡ്ഢികൾ വേറെ എവിടെ ഉണ്ടാവും? അതായത് അകലെ നിന്നുകൊണ്ടൊരു അടുത്തുള്ള രാജ്യത്തെ ആക്രമിക്കുന്നു, ആ രാജ്യം തിരിച്ച് ഈ പറയുന്നവനെ തീറ്റിപ്പോറ്റുന്ന, അടിക്കുന്നവനെ തീറ്റിപ്പോറ്റുന്ന ലോകത്തിൻ്റെ ശത്രുവും ഭീകരവാദിയുമാണെന്ന് അറിയാമായിരുന്നിട്ട് പോലും അവൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവിടെ സ്ഥാപിച്ച് അവൻ്റെ ആയുധങ്ങൾ വില കൊടുത്ത് വാങ്ങി വീണ്ടും പ്രത്യാക്രമണം നടത്തുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര നീചമായ ഏർപ്പാടുകൾക്കാണ് ഇവരൊക്കെ നിന്നു കൊടുക്കുന്നതെന്ന്. കഴിഞ്ഞ ദിവസമാണ് ഇതേ ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞ മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത. അത് ഇവിടുത്തെ സംഘികൾക്ക് വലിയ താല്പര്യമില്ലാത്ത വാർത്തയായതുകൊണ്ട് ചാനലുകളോ ബാക്കിയുള്ളവരോ ആരും അത് പുറത്തുവിട്ടതേയില്ല. മറ്റേതെങ്കിലും ആയിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് അത് കത്തിച്ചു വിടുമായിരുന്നു. ആ വാർത്ത ഇതാണ്. For years has, and I don't blame them, I blame us because we had stupid people here. India for years took advantage of this country. They charged us tremendous tariffs and they paid nothing. They wouldn't let Harley, as an example in the past, they wouldn't let Harley Davidson sell its motor. They would charge 200% tariff. So Harley Davidson was precluded. They ended up going to India and building their own plants, which is unfortunate that happened, but it happens. That was before me. But they charged tremendous amounts of tariffs to our company, and we didn't charge them anything. You know, they sold motorbikes here too. You know, we charged them nothing. And now it's the exact reverse. And we're making a lot of money with India. But we'll get to a deal, because I like your Prime Minister a lot. He's a good friend of mine. എന്താ പറഞ്ഞത്? എനിക്ക് മുമ്പ് വരെ ഇന്ത്യ ഒരുപാട് സാമ്പത്തിക ലാഭം അമേരിക്കയിൽ നിന്ന് കൊയ്തിരുന്നു. ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്ന ബൈക്കിൻ്റെ കാര്യമാണ് എടുത്തു പറയുന്നത്. അതിന് 200% ആയിരുന്നു നികുതി ചുമത്തിയിരുന്നത്. അതിന് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. ആരെ? ഇന്ത്യയെ. ഇവിടുത്തെ മണ്ടന്മാർ, അമേരിക്ക ഭരിച്ചിരുന്നവർ, ഇന്ത്യക്ക് ഈ ഗുണം നൽകിയവരെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഞാൻ വന്നതിന് ശേഷം ഇതെല്ലാം മാറി. ഇന്ന് അവരെ കൊണ്ട് ഞാൻ ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നു. എൻ്റെ അടുത്ത സുഹൃത്താണ് പിന്നെ അവിടുത്തെ പ്രധാനമന്ത്രി. അതുകൊണ്ട് അവരെ പറയേണ്ട വാക്ക് വേറൊന്നുമല്ല. അവരെ അങ്ങ് തേച്ച് പറ്റിച്ച് ഞാൻ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ വെറിയൻ പറയുന്നത്. എന്നിട്ട് യവനെ പൂജിക്കാനും യവനെ തോളിലേറ്റിക്കൊണ്ട് നടക്കാനുമാണ് ഇവിടുത്തെ സംഘികൾക്ക് ഇഷ്ടം. എന്നിട്ട് പശ്ചിമേഷ്യയിലെയും അറബ് രാജ്യങ്ങളുടെയും ഭരണാധികാരികളെ തെറി വിളിക്കാനുമാണ് കൂടുതൽ താല്പര്യം. ഏതായാലും ഇറാൻ കണക്കിന് കൊടുത്തു, നല്ല വൃത്തിക്ക് കൊടുത്തു.
അത് തുടരുമെന്ന് തന്നെയാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനിയും തൊട്ടാൽ അതുപോലെ തന്നെ അടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി അടിക്കാനുള്ള വിവരങ്ങൾ റഷ്യയും ചൈനയും കൈമാറുന്നുമുണ്ട്.